ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, നിങ്ങൾ എന്തായാലും എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. വിശുദ്ധ ജോൺ മരിയ വിയാനി തിരുനാളിൽ എല്ലാ മംഗളങ്ങളും കേട്ടോ. വിയാനിന്റെ പേരുള്ള എല്ലാവരും പ്രത്യേകം വിശ്വാസം ഓർക്കുന്നു കേട്ടോ. നമ്മുടെ ചില ബ്രദർമാരൊക്കെ അങ്ങനെയുള്ളവരുണ്ട്, ചില അച്ഛന്മാരേക്ക് വളരെ പരിചയമുള്ളവരുണ്ട്. കർത്താവിന്റെ വലിയ കാരണം കേട്ടോ. ഇന്നെന്തായാലും നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛന്മാർക്ക് വേണ്ടി ഇടയ്ക്ക് രത്നം എന്തായാലും മാതാവ് ചെല്ലുക, ചിലവർ കൊന്ത ചെല്ലി കാഴ്ചവെക്കുക, അല്ലേ? അങ്ങനെ പല പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ പറക്കെ പറ, പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആയിരിക്കും ഇഷ്ടം, അല്ലേ? ഇന്നെന്തായാലും സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് ആര്യ. ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ മൊത്തം ഞാൻ അഭിഷേകാഗ്നി കാണുന്ന ആളാണ്. ദൈവത്തിന് വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാർത്ഥനയിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 32 വയസ്സായി. കാരണം നിങ്ങളെ ഓരോ സാക്ഷ്യങ്ങൾ കേട്ട് നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താണ് ഞാൻ കത്തെഴുതുന്നത്. ഞാനൊരു BSc നേഴ്സാണ്. ഒരു ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം. അതിനാൽ ഞാൻ കാണുന്ന എല്ലാ സെൻട്രൽ, സ്റ്റേറ്റ്, ഗവൺമെന്റ് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇനീഷ്യലിൽ ലിസ്റ്റിലൊന്നും ഉൾപ്പെട്ടിരുന്നില്ലെങ്കിൽ പിന്നീട് എല്ലാ എക്സാമിനും ഞാൻ റാങ്ക് ലിസ്റ്റ് ചെയ്യണം പടിപാട്. പക്ഷെ ജോലി കിട്ടിയാല. അങ്ങനെ 6 വർഷം ഇതിന്റെ പുറകിലായിരുന്നു. പക്ഷെ കിട്ടുന്നില്ല. എന്നാലും ഈ സമയത്ത് തന്നെ എന്റെ വിവാഹം, കുട്ടികള്, വീട്, അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവ ശുശ്രൂഷകൾ വഴി പ്രാർത്ഥന എനിക്ക് തന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇത് മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ അച്ഛന്റെ എപ്പിസോഡൊക്കെ കേൾക്കാൻ ഇങ്ങനെ തുടങ്ങി. അപ്പോഴാണ് 302ാമത്തെ എപ്പിസോഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ എപ്പിസോഡ് വെച്ച് നിരന്തരം അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു പ്രത്യേക പേര് അതിന്റെ ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഒരൊറ്റ വേക്കൻസി, അതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു. എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ഞാൻ അപ്ലൈ ചെയ്തു. എക്സാം എഴുതുന്നു. എനിക്ക് ഷുവറായിരുന്നു ഒരു വേക്കൻസിയുള്ള ജോലി എനിക്ക് എന്തായാലും കിട്ടില്ല എന്ന്. പ്രോബബിലിറ്റി ലിസ്റ്റ് കിട്ടും. അതിപ്പോൾ നാച്ചുറൽ ആയിട്ട് തേടി അത് പതിവാണ്. റാങ്ക് ലിസ്റ്റ് വന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയി. സെക്കൻഡ് റാങ്ക് എനിക്ക്. എന്ത് സംഭവിച്ചെന്നറിയാം? ഫസ്റ്റ് റാങ്ക് ജോയിൻ ചെയ്യാത്ത കാരണം ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അഡ്വൈസ് എനിക്ക് വന്നു. ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു. ഞാനിപ്പോൾ 1 ഇയറായി എനിക്ക് ജോലി കിട്ടിയിട്ട്. കർത്താവ് ടോക്കൽ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കർത്താവായ യേശു മിശിഹായ്ക്ക് കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുസ്തുതി എന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരംഗം. അതാണ് കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു വലിയ കുടുംബമല്ലേ. നിങ്ങള് അതായത് PDM-ഉം ASTM-ഉമായിട്ട് ബന്ധപ്പെട്ട ആരെ കണ്ടാലും നിങ്ങൾ പറയണം ബിനോച്ചന്റെ കുടുംബാംഗമാണ് കേട്ടോ. അപ്പൊ അവരതേ അന്വേഷണം എൻ്റെ അടുത്തൊന്ന് പറയും. നിങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളും ചെല്ലുന്നവരെല്ലാം പറയും ബിനോച്ചൻ അന്വേഷണം. എല്ലാം എന്നെ അറിയിക്കാറുണ്ട് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 27ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ വാക്യമാണ്. നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ട സാർ. തലക്കെട്ട് ഇങ്ങനെയാണ്: മതിയെന്ന് പറയാൻ സാധ്യതയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പിള്ളേർക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ കൊച്ചുങ്ങൾ പറയും മതി അമ്മേ, അല്ലേ? അതിന്റെ ഒരു സ്റ്റൈൽ തന്നെയുണ്ട്, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റിലാണെങ്കിൽ അപ്പോൾ പറയും മതി എന്ന് നമ്മൾ പറയും. നാച്ചുറലാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു മതി എന്ന് പറയാനായിട്ടുള്ള ഒരു ലെവലുണ്ട്. ഇവിടെ ഒരു സാധ്യതയില്ലാത്ത മേഖലയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുക. പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാവുന്നില്ല. ഞാൻ ഒരു അഭിഷേകം ചെയ്ത് എടുത്തായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്നലത്തെ അഭിഷേകം നിങ്ങൾ കൂടിയായിരുന്നോ? ഇന്നത്തെ അഭിഷേകം കൂടണം കേട്ടോ. അത് വളരെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. രാത്രി തന്നെ പലരും എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ കണ്ണുകളുടെ പ്രതി എത്ര കൊടുത്താലും, ഞാൻ ഓർക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വ്യക്തികളൊക്കെ ഇങ്ങനെ ചീത്ത വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ ഞാൻ ചോദിച്ചു ഇതൊരു അവസാനമേ. കണ്ണിന്റെ പ്രത്യേകത വെച്ചാൽ എത്ര കിട്ടിയാലും മതി വരികയില്ല. നിങ്ങൾ ഇന്ന് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരി, പാപകരമായ സംഗതി എത്ര കണ്ടാലും മതി വരും ഇല്ലല്ലോ, വീണ്ടും കാണും. എന്തൊരു വചനമാ. പാതാള നരകത്തിന്റെ സ്ഥിതി അങ്ങനെയല്ലേ? പിശാചിന് എത്ര ആത്മാക്കളെ കിട്ടിയാലും മതിയെന്നില്ലല്ലോ. എന്നാ പിന്നെ ഏകദേശമൊക്കെ നരകമൊക്കെ ഫില്ലാറ് അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, മതി വരുന്നില്ല. എന്നിട്ട് പറയുകയാണ് മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വായിച്ച ഭക്ഷണം കൊടുത്തല്ല, ഉദരത്തിന് ഭക്ഷണം കൊടുത്തൊരു സമയം കഴിയുമ്പോൾ മതി എന്ന് പറയും, അല്ലേ? ഇപ്പൊ നമ്മളൊരു വ്യായാമം ചെയ്യുവാണെങ്കിൽ ശരീരം പറയല്ലേ മതി എന്ന് പറയല്ലേ, ശരിയല്ലേ? ഇതോ
അതുകൊണ്ട് തന്നെ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫിസിഷ്യനെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി, അപ്പോൾ ഇത് ഇനി കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ സംഗതി ആ ഭക്ഷണം നിർത്തിയല്ലേ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അന്ന് വരെ നിർത്താൻ പറ്റാത്ത ഡോക്ടർ പറയുമ്പോൾ ചില ആൾക്കാർ നിർത്താൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിർത്താൻ പറ്റിയാലെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്, നമ്മൾ മനസ്സിൽ വെക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ കണ്ണുകൾക്ക് മതി, അങ്ങനെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന ഒരു കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. മറ്റു ഒരുപാട് വചനങ്ങൾ, 6 കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് അല്ലേ, ഒരുപാട് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ വെച്ച് അതിന്റെ ഒരു അഭിഷേകം ക്ലെയിം ചെയ്ത് നേടിയെടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെയുണ്ട്, പ്രാർത്ഥിക്കുക അല്ലേ, സ്തുതിക്കാവോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവം വിശുദ്ധ ജോൺ മരിയ വിയറുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ലോകം മുഴുവൻ എല്ലാ വൈദികരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ആശീർവദിക്കുകയാണ്, പ്രാർത്ഥിക്കുക. വലിയ ദൈവകൃപ ലഭിക്കട്ടെ, വലിയ പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഓ കർത്താവായ ദൈവമേ, എല്ലാ അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങൾ, എല്ലാ പൈശാചിക വീടുകളും, എല്ലാ ശല്യങ്ങളെയും ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ചുവട്ടിലേക്ക് ഇപ്പോൾ ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിന്റെ കൃപ വളരെ ശക്തമായിട്ട് ഇപ്പോൾ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ ഒരു വചനം കർത്താവെ പാലിക്കാനും ജീവിക്കാനും ഒരു പ്രത്യേക കൃപ ഞങ്ങൾ ഓരോരുത്തരും മേലും വന്ന് ആവശ്യിക്കട്ടെ. ഓ കർത്താവായ ദൈവം, ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നാളുകളായിട്ട് കർത്താവ് ഒരു ജോലി, അതിങ്ങനെ എത്ര ഇന്റർവ്യൂ കിട്ടി പാസ്സാകാതെ അങ്ങനെ അറ്റത്തോളം വന്ന് അങ്ങനെ വിട്ടുപോകുന്ന ഒരുപാട് വ്യക്തികളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അങ്ങനത്തെ തടസ്സങ്ങൾ, കെട്ടുകൾ മാറി ഈശോയുടെ നാമത്തിൽ കർത്താവ് വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകട്ടെ കർത്താവ്. അനേകം വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കട്ടെ, അനേകം അവിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യത്തെ കേട്ടതുപോലെ ഈശോയെ കർത്താവെ നേരിട്ട് അറിഞ്ഞ് അങ്ങനത്തെ ഒരു മാംസം സ്വീകരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേർക്ക് അങ്ങനെ അയച്ചു കൊടുക്കാൻ കൃപയൊക്കെ ഉണ്ടാകട്ടെ. മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.